പ്ലസ് ടു പരീക്ഷാ ഫലങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങളാണ് ഇന്ന് പ്രഖ്യാപിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കുന്നത്. വൈകിട്ട് 3:30 മുതൽ വെബ്സൈറ്റുകളിൽ ഫലം അറിയാൻ സാധിക്കും. ഈ വർഷം 4,44,707 വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 26,178 പേരും പരീക്ഷ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 78.69% വിജയ ശതമാനമാണ് രേഖപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 40 സീറ്റിൽ ഒതുങ്ങുമെന്ന് BJP നേതാവ് പത്മജ വേണുഗോപാൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരത്തിനിറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. പ്രസിഡന്റാകാൻ കഴിവുണ്ടായിരുന്ന മുരളീധരനെ അവഗണിച്ചതായും പത്മജ ആരോപിക്കുന്നു. താൻ വർക്ക് ഫ്രം ഹോം ആണെന്ന് മുരളീധരന്റെ പരാമർശം വേദനിപ്പിച്ചിട്ടുണ്ട്. സഹോദരനുമായി ഒരു പ്രശ്നങ്ങളും ഇല്ലെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി. വയനാട് വീണ്ടും പുലിയുടെ ആക്രമണം. കബനിഗിരിയിൽ ജോയിയുടെ ആടുകളെയാണ് പുലി ആക്രമിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ഒരു ആടിന് കടിയേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങി വളർത്തുനായയെ പിടിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞതിനെ തുടർന്നാണ് വനംവകുപ്പ് 2 കൂടുകൾ സ്ഥാപിച്ചത്. എന്നിട്ടും പുലിയുടെ ആക്രമണം തുടരുകയാണ്. ഇത് പ്രദേശവാസികളിൽ വളരെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുകയാണ്. ഇന്ന് പവന് 360 രൂപയാണ് വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 71,800 രൂപയായി. ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 8,975 രൂപയായി. കഴിഞ്ഞ 5 ദിവസത്തിനിടെ മാത്രം പവന്റെ വിലയിൽ 2,920 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. ഗ്രാമിന് 365 രൂപയും വർദ്ധിച്ചിട്ടുണ്ട്. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 7,395 രൂപയിലെത്തി. വെള്ളിയുടെ വിലയിലും വർധനമുണ്ട്. ഗ്രാമിന് 1 രൂപ വർദ്ധിച്ച് 111 രൂപയിൽ എത്തിയിരിക്കുകയാണ്.